Hello guys and welcome back to Best Car Picks. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്ന കഴിഞ്ഞ മാസം ഏറ്റവും അധികം സെയിൽസ് വന്നിട്ടുള്ള SUV-കളെ പറ്റിയാണ്. 10 വണ്ടികളാണ് നമ്മുടെ ഈ ഒരു ലിസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇവിടെ ഇപ്പം ഏറ്റവും താഴെ അതായത് 10th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ കിയയുടെ സോണറ്റ് ആണ്. സോണറ്റിന് കഴിഞ്ഞ മാസം 8750 വാഹനങ്ങളുടെ സെയിൽസ് ആയിരുന്നു കിട്ടിയത്. നമ്മൾ ഈ വീഡിയോയിൽ കൂടുതലും മന്ത് ഓൺ മന്ത് ബേസിലായിരിക്കും കമ്പയർ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഫെബ്രുവരി 2024 സെയിൽസ് നോക്കുകയാണെങ്കിൽ 9102 വാഹനങ്ങളുടെ സെയിൽസ് ആണ് ഇതിന് കിട്ടിയിരുന്നത്. 352 വണ്ടികളുടെ വ്യത്യാസവും 3.87% ഡീഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. ഓവറോൾ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഡീഗ്രോത്ത് ആണ് വന്നിരിക്കുന്നതെങ്കിലും ഏകദേശം 8500 to 9000 അടുത്തൊക്കെ സെയിൽസ് കോൺസ്റ്റന്റ് ആണ് എന്ന് പറയും. പക്ഷെ എന്തായാലും ഈ വണ്ടിയുടെ സെയിൽ കൂടിയതുകൊണ്ട് സെൽറ്റോസിന്റെ സെയിൽ ഒരു ഇത്തിരി താഴെ പോയിട്ടുണ്ട്. ആക്ച്വലി ഇടയ്ക്കൊരു കാലത്ത് കിയ 2 വണ്ടികളും സെയിലൊക്കെ യൂണിഫോം ആയിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പം എന്തായാലും അതിൽ ചെറിയ ഒരു വ്യത്യാസം വന്നതായിട്ട് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനിയിപ്പോൾ ചിലപ്പോൾ വരും കാലങ്ങളിൽ കൂടുമായിരിക്കും, ഒരു വേറെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി വല്ലതും ചെയ്തതായിരിക്കാം. ഇനി അടുത്തതായി 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ സോണറ്റിൽ തന്നെ ബേസ് ചെയ്ത് വരുന്ന ഓർ തിരിച്ചിടുന്നതായിരിക്കും നല്ലത്, വെന്യൂവിൽ ബേസ് ചെയ്ത് വരുന്ന സോണത്താണല്ലോ. ഇവിടെ ഇപ്പോൾ നിൽക്കുന്ന 9th പൊസിഷനിലുള്ള വാഹനം ഹ്യുണ്ടായി വെന്യൂ ആണ്. വെന്യൂവിന് കഴിഞ്ഞ മാസം 9614 വണ്ടികളുടെ സെയിലാണ് കിട്ടിയത്. ഫെബ്രുവരിയിൽ 8933 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് ഒരു ചെറിയ ഗ്രോത്ത് കിട്ടിയിട്ടുണ്ട് എന്ന് പറയാം. 681 വണ്ടികളുടെ വ്യത്യാസവും 7.62% ഗ്രോത്ത് റേറ്റും ഉണ്ട്. ഈ ചെറിയ ഗ്രോത്ത് ആണ് വന്നിരിക്കുന്നതെങ്കിലും നമ്മൾ ഈ മന്ത് ഓൺ മന്ത് ബേസിൽ നോക്കുമ്പോൾ ഈ കൂട്ടത്തിൽ വെച്ച് രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് കേട്ടോ നമ്മുടെ വെന്യൂ. പിന്നെ ആകെപ്പാടെ 5 വാഹനങ്ങൾക്കേ ഗ്രോത്ത് ഉള്ളൂ. അതിൻ്റെ അകത്താണ് ഈ ലിസ്റ്റ് പറയുന്നത്. ബാക്കി 5 വാഹനങ്ങൾക്കും ഡീ ഗ്രോത്ത് തന്നെയാണ് വന്നിരിക്കുന്നത്. ശരിക്കും ഈ ലിസ്റ്റിൽ സെയിൽസിൽ ഭയങ്കര വലിയ വ്യത്യാസമൊന്നുമില്ല. ഓൾമോസ്റ്റ് കൺസിസ്റ്റൻ്റ് ആണ് മിക്ക വണ്ടികളുടെ സെയിലും. അതുകൊണ്ട് തന്നെ ഈ ചെറിയ ചെറിയ വ്യത്യാസങ്ങളെ നിങ്ങൾക്ക് കൂടുതലും ഇതിനകത്ത് കാണാൻ പറ്റുള്ളൂ. ഇനി അടുത്തതായി 8th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മഹീന്ദ്ര ബൊലേറോ ആണ്. ബൊലേറോ എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു വളരെ റഫ് ആൻഡ് ടഫ് ആയിട്ടുള്ള ഒരു SUV ആണ്. ആൻഡ് ഈ വണ്ടി കൂടുതലും നമ്മുടെ ഒരു റൂറൽ ഏരിയാസ് അല്ലെങ്കിൽ നോർത്ത് സൈഡിലേക്കാണ് ആൾക്കാർ വാങ്ങാറുള്ളത്. എന്തായാലും കഴിഞ്ഞ മാസം 10347 വാഹനങ്ങളുടെ സെയിൽസ് ആണ് ഇതിന് കിട്ടിയത്. ഫെബ്രുവരിയിൽ 10113 വണ്ടികളുടെ സെയിലും കിട്ടിയതായിരുന്നു. 234 വാഹനങ്ങളുടെ വ്യത്യാസവും 2.31% ഗ്രോത്ത് റേറ്റും ആണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. ഈ വണ്ടിയുടെ മൊത്തത്തിലുള്ള ആ ഒരു അപ്പീലൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ സെയിൽ വളരെ കൂടുതലാണ് എന്ന് തന്നെ നമുക്ക് പറയാം. ഈവൻ XUV700 ഇങ്ങനത്തെ വണ്ടികളൊക്കെ വരുന്നതിന് മുമ്പ് ബൊലേറോയുടെ സെയിൽസ് ഏകദേശം ഈ ഒരു റേഞ്ചിൽ തന്നെ ഉണ്ടായിരുന്നു. അതിപ്പോൾ വണ്ടി എത്രയൊക്കെ ഫീച്ചേഴ്സ് ഇല്ല, അതുപോലെ നമുക്ക് ഡിസൈൻ ഇല്ല, അങ്ങനെയൊക്കെ പറഞ്ഞാലും ഈ വണ്ടിയുടെ സെയിൽ ഇത്ര ഈ ഒരു ലെവലിൽ തന്നെ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. അതിപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ട് എന്നും പറയാം. ഇനി അടുത്തതായി 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ ഗ്രാൻഡ് വിറ്റാരയാണ്. ഗ്രാൻഡ് വിറ്റാരയ്ക്ക് കഴിഞ്ഞ മാസം 11232 വാഹനങ്ങളുടെ സെയിൽസ് ആണ് ലഭിച്ചത്. ഫെബ്രുവരിയിൽ ഈ വാഹനത്തിന് 11002 വാഹനങ്ങളുടെ സെയിലായിരുന്നു ലഭിച്ചത്. അതായത് 230 വണ്ടികളുടെ വ്യത്യാസവും 2.09% ഗ്രോത്ത് റേറ്റും ഒക്കെ ഉണ്ട്. പക്ഷേ ഈ ഗ്രോത്ത് റേറ്റ് ഒക്കെ മന്ത് ഓൺ മന്തിൽ ഇത്ര ഉണ്ടെന്ന് പറഞ്ഞാലും ജാനുവരിയിൽ ഇതിൻ്റെ സെയിൽ അത്യാവശ്യം കൂടുതലായിരുന്നു. 13,500 അടുത്ത് ഉണ്ടായിരുന്നു. അങ്ങനെ ആ വാഹനം ആ മാസത്തിൽ ക്രെറ്റയുടെ സെയിൽസിനെ ഓവർടേക്ക് ചെയ്ത് നമ്പർ 1 ബെസ്റ്റ് സെല്ലിംഗ് എബവ് 4 മീറ്റർ കോമ്പാക്ട് SUV ആയിട്ടൊക്കെ വന്നതായിരുന്നു. പക്ഷെ എന്തായാലും ഇപ്പോൾ പിന്നെ പതുക്കെ സെയിൽ കുറച്ച് താഴേക്ക് പോയി എന്ന് പറയും. ഈ 11,000 സെയിൽ കിട്ടുക എന്ന് പറഞ്ഞാൽ മോശം നമ്പറൊന്നും അല്ല കേട്ടോ. പക്ഷെ എന്നാലും ഈ ഒരു സെഗ്മെന്റിൽ നിൽക്കുന്ന ഇപ്പോഴത്തെ ലീഡർ ക്രെറ്റ ആണല്ലോ സെയിൽസിൻ്റെ കാര്യത്തിൽ. അത് വെച്ച് നോക്കുമ്പം ഇപ്പോഴും മാരുതി സുസുക്കിക്ക് ഒരു ഇത്തിരിയും കൂടെ മുന്നോട്ട് പോയാൽ അതിനെ സെയിൽസിനെ പിടിക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്തതായി 6th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മാരുതി സുസുക്കിയുടെ തന്നെ ഫ്രോങ്സ് ആണ്. ഫ്രോങ്സിന് കഴിഞ്ഞ മാസം 12531 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചത്. ഫെബ്രുവരിയിൽ 14168 വാഹനങ്ങളുടെ സെയിൽ ലഭിച്ചായിരുന്നു. അതായത് 1637 വാഹനങ്ങളുടെ വ്യത്യാസവും 11.55% ഡീഗ്രോത്ത് റേറ്റും ആണ് ഈ വാഹനത്തിൽ വന്നിരിക്കുന്നത്. അത്യാവശ്യം നല്ല വ്യത്യാസവും ഡീഗ്രോത്ത് റേറ്റും ഉണ്ട്. ഈ കൂട്ടത്തിൽ വന്നിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും ഹൈ ഡീഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്നതും ഈ ഒരു വാഹനത്തിൽ തന്നെയാണ്. കാരണം 14,000 റേഞ്ചിൽ നിന്ന് നേരെ 12,000 റേഞ്ചിലേക്കാണ് പോയത്. അതുകൊണ്ട് തന്നെ ടോപ്പ് 10 വണ്ടികളുടെ ലിസ്റ്റ് ചെയ്യുന്ന ഈ വാഹനത്തിൻ്റെ ഒരു പേര് ഔട്ടായി പോയി. ടോപ്പ് 10 എന്ന് പറയുമ്പം നമ്മുടെ ഈ മറ്റേ ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് 5 വണ്ടികളുടെ വീഡിയോ. ഇതിപ്പം ടോപ്പ് 10 SUVs മാത്രമല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ വാഹനം 6th പൊസിഷനിൽ വന്നത്. പക്ഷെ എന്തായാലും നമ്മളിപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു വാഹനമാണ്. ബലെനോ ബേസ്ഡ് ക്രോസ് ഓവർ ആണുള്ളത്. ഇതിൻ്റെ തന്നെ ഒരു ടൈസർ വേർഷൻ ടൊയോട്ടയുടെ ഇറക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായി 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ടാറ്റയുടെ നെക്സോൺ ആണ്. ആൻഡ് നെക്സോൺ എന്ന് പറയുമ്പോൾ നെക്സോൺ EV അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആണ്. ഈ വാഹനത്തിന് കഴിഞ്ഞ മാസം 14,058 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചത്. ഫെബ്രുവരിയിൽ 14,395 വണ്ടികളുടെ സെയിലും ലഭിച്ചതായിരുന്നു. അതായത് ചെറിയൊരു ഡീഗ്രോത്ത് ഉണ്ട്. 337 വാഹനങ്ങളുടെ വ്യത്യാസവും 2.34% ഡീഗ്രോത്തും ആണ് വന്നിരിക്കുന്നത്. കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ വലിയ കുഴപ്പമില്ല.
കുഴപ്പമില്ല, അധികം ഡീഗ്രോത്ത് ഒന്നും വന്നിട്ടില്ല. പക്ഷെ എന്നാൽ പോലും ഒരു കാലത്ത് നെക്സോൺ 15,000 to 16,000 ഇടയിലൊക്കെ അവർ വിറ്റുകൊണ്ടിരുന്നതായിരുന്നു. ഇപ്പോൾ പക്ഷേ അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നെക്സോണിൻ്റെ സെയിൽ ഒരു ഇത്തിരി താഴെ പോയി എന്ന് പറയാം. എന്തായാലും ഫേസ് ലിഫ്റ്റ് വന്നുകൊണ്ട് ഈ വാഹനത്തിന് ഡിമാൻഡ് ഇപ്പോഴും വല്ലാതെ കുറഞ്ഞിട്ടൊന്നുമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ആൾക്കാർ ഈ ഒരു വാഹനം ബുക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ അവർ പ്രൊഡക്ഷൻ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ചാണ് ഈ പറയുന്ന ചെറിയ രീതിയിലുള്ള സെയിൽസിൻ്റെ വ്യത്യാസമൊക്കെ വരുന്നത്. അത് മറ്റുള്ള വണ്ടികളിൽ അവർ പ്രൊഡക്ഷൻ കൂട്ടുന്നതുകൊണ്ട് ഏകദേശം മാച്ച് ആവും. ഇനി അടുത്തതായി 4th പൊസിഷൻ നിൽക്കുന്ന വാഹനം ബ്രസയാണ്. ബ്രസയ്ക്ക് കഴിഞ്ഞ മാസം 14,614 വണ്ടികളുടെ സെയിലാണ് ലഭിച്ചത്. ഫെബ്രുവരിയിൽ പക്ഷേ 15,765 വണ്ടികളുടെ സെയിൽ ലഭിച്ചായിരുന്നു. 1,151 വണ്ടികളുടെ വ്യത്യാസമുണ്ട്. അത്യാവശ്യം നല്ലൊരു ഡിഫറൻസ് ആണ്. 7.3% ഡീഗ്രോത്ത് റേറ്റും ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുണ്ട്. അതാണ് നമുക്കിപ്പോൾ ഈ ലിസ്റ്റിൽ വെച്ച് പറയാൻ പറ്റുന്നതിൽ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് എന്നുള്ളതാണ് മറ്റൊരു സത്യം. പിന്നെ ബ്രസ എന്ന് പറയുമ്പം ഒരു കാലത്തെ നമ്പർ 1 SUV ബ്രസയായിരുന്നു. പക്ഷെ എന്തായാലും ഇപ്പോൾ അങ്ങനെയൊന്നുമല്ല. ഇപ്പോൾ അതൊക്കെ മാറി ഈ ഒരു വാഹനം 4th പൊസിഷനിലേക്കൊക്കെ താഴേക്ക് വന്നിട്ടുണ്ട്. ചില മാസങ്ങളിൽ നെക്സോൺ ബ്രസ ഓവർടേക്ക് ചെയ്ത് കയറാറുണ്ട്. പക്ഷെ എന്തായാലും കഴിഞ്ഞ മാസം കമ്പാരിറ്റീവ്ലി സെയിൽ കുറവാണെങ്കിലും ബ്രസ തന്നെയാണ് നെക്സോൺ ഓവർടേക്ക് ചെയ്തത്. അതായത് സപ്പോമീറ്റർ കാറ്റഗറിയിൽ ബെസ്റ്റ് സെല്ലിംഗ് SUV ഇതാണ് എന്ന് പറയാം. പക്ഷെ അത് ആ ഒരു കാറ്റഗറിയിൽ മൈക്രോ SUV ഞാൻ കൂട്ടിയിട്ടില്ല. ഇനി അടുത്തതായി 3rd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ മഹീന്ദ്ര സ്കോർപിയോയും അതുപോലെ തന്നെ സ്കോർപിയോ N ആണ്. രണ്ടിനും കൂടെ കമ്പൈൻഡ് സെയിൽസ് ആണ്. ഈ രണ്ട് വണ്ടികൾക്കും കൊണ്ട് കഴിഞ്ഞ മാസം 15,151 വണ്ടികളുടെ സെയിലാണ് ലഭിച്ചത്. ഫെബ്രുവരിയിൽ 15,051 വണ്ടികളുടെ സെയിലും ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതായത് കറക്റ്റ് 100 വണ്ടികളുടെ വ്യത്യാസവും 0.66% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. പറഞ്ഞു വരുമ്പോൾ വലിയ ഗ്രോത്ത് റേറ്റ് ഒന്നുമില്ല. പക്ഷേ ഇത്രയും വിലയുള്ളൊരു വാഹനത്തിൻ്റെ സെയിൽ നിങ്ങൾ നോക്കണം. നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ സബ്ഫോമീറ്റർ SUVസും കഴിഞ്ഞു. അതിൻ്റെയൊക്കെ മുകളിലാണ് ഈ 30-32 ലാക്സിനടുത്ത് ഓൺ റോഡ് നിൽക്കുന്ന ഒരു വാഹനത്തിൻ്റെ സെയിൽ നിൽക്കുന്നത്. അപ്പോൾ പിന്നെ സ്കോർപിയോയുടെ ഒരു കൾട്ട് ഫാൻ ഫോളോയിങ് നമുക്ക് മനസ്സിലാക്കാവുന്നുള്ളൂ. ആൻഡ് ഇതിപ്പം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടാവുന്നതിൽ അത്യാവശ്യം നല്ലൊരു 4x4 ലാഡർ ഫ്രെയിം SUV എന്ന് പറഞ്ഞാൽ തീർച്ചയായും അത് സ്കോർപിയോ N തന്നെയായിരിക്കും. ബാക്കി വണ്ടികളൊക്കെ മോണോക്കോ കാണുമല്ലോ. ഓൾ വീൽ ഡ്രൈവ് ഒക്കെ ചില വണ്ടികളുണ്ട് എന്നേ ഉള്ളൂ. ഇനി അടുത്തതായി 2nd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ഹ്യുണ്ടായി ക്രെറ്റ ഫേസ് ലിഫ്റ്റ് ആണ്. ഈ വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റ് വന്നപ്പം പൊതുവെയുള്ള സെയിൽസിൽ നിന്ന് അത്യാവശ്യം നല്ല വ്യത്യാസം വന്നിട്ടുണ്ട്. നോർമലി 13,000 to 14,000 ഇടയിലായിരുന്നു ക്രെറ്റയുടെ സെയിൽസ് എങ്കിൽ ഇപ്പം 15,000-ന്റെയും 16,000-ന്റെയും റേഞ്ചിലേക്ക് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ മാസം 16,458 വാഹനങ്ങളുടെ സെയിൽ നമ്മുടെ ക്രെറ്റയ്ക്ക് ലഭിച്ചിട്ടുണ്ട്. ഫെബ്രുവരിയിൽ 15,276 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചത്. 1,182 വണ്ടികളുടെ വ്യത്യാസവും 7.74% ഗ്രോത്ത് റേറ്റും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ചിലപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടായിരിക്കും. ഹ്യുണ്ടായുടെ തന്നെ വെന്യൂനായിരുന്നു രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഗ്രോത്ത് റേറ്റ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഹ്യുണ്ടായുടെ ക്രെറ്റയ്ക്കാണ് ഈ ഒരു ലിസ്റ്റിൽ തന്നെ ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്നത് നമ്മൾ മന്ത് ഓൺ മന്ത് ബേസിൽ നോക്കുമ്പോൾ. ആൻഡ് ഇതാണ് എബോവ് ഫോമീറ്റർ കാറ്റഗറിയിൽ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ മാസത്തെ ബെസ്റ്റ് സെല്ലിംഗ് വാഹനം. അതിലിപ്പോൾ തർക്കമൊന്നുമില്ല, മിക്ക മാസം ഇത് തന്നെയാണ്. ആകെപ്പാട് ഒറ്റ മാസമാണ് ഗ്രാൻഡ് വിറ്റാര ഓവർടേക്ക് ചെയ്തത്. ഇനി നമ്പർ 1 SUV അതാണ് നമ്മുടെ ടാറ്റ പഞ്ച്. ഇത് നിങ്ങൾ ടോപ്പ് 10 വണ്ടികളുടെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ആയിരിക്കില്ല. കാരണം കഴിഞ്ഞ മാസത്തെ ഏറ്റവും അധികം വിൽക്കപ്പെട്ട 10 വണ്ടികളുടെ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ അതിൽ തന്നെ നമ്പർ 1 നമ്മുടെ ടാറ്റ പഞ്ചായിരുന്നു. അപ്പോൾ പിന്നെ SUVസിൻ്റെ വീഡിയോയിൽ ഉറപ്പായിട്ടും ഈ വാഹനമായിരിക്കും എന്നുള്ള കാര്യം കൺഫേം ആണല്ലോ. ഇതിന് കഴിഞ്ഞ മാസം 17,547 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. ഫെബ്രുവരിയിൽ 18,438 വണ്ടികളുടെ സെയിൽ ഉണ്ടായിരുന്നു. ഈവൻ ദോ ഫെബ്രുവരിയിൽ അത്യാവശ്യം സെയിൽ കൂടുതലായിരുന്നെങ്കിലും കഴിഞ്ഞ മാസം മറ്റുള്ള വണ്ടികളുടെ സെയിൽ കുറവായതുകൊണ്ട് തന്നെ ഇതിന് ഇത്രയും ഹൈ പൊസിഷനിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. 891 വണ്ടികളുടെ വ്യത്യാസവും 4.83% ഡീഗ്രോത്ത് റേറ്റുമാണ് ഈ ഒരു വാഹനത്തിൽ വന്നിരിക്കുന്നത്. എന്തായാലും ഗൈസ് ഇതാണ് ടോപ്പ് 10 SUVസിൻ്റെ വീഡിയോ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.